പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് കുറഞ്ഞതിനെക്കുറിച്ച് നേതാക്കൾ ഭിന്ന അഭിപ്രായങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. പാലക്കാട് പാർട്ടിയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും നേതൃയോഗത്തിനെത്തിയ നേതാക്കൾ പ്രതികരിച്ചു. ബിജെപി ഏറെ പ്രതീക്ഷയർപ്പിച്ചിരുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിന് ഏറെ പ്രാധാന്യമാണ് രാഷ്ട്രീയ കേരളം നൽകിയത്. ഇക്കാര്യത്തിൽ മണിക്കൂറുകൾക്ക് മുമ്പ് വരെ നടന്ന പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ നേതാക്കളിൽ നിന്നും മറനീക്കി പുറത്തുവരാതിരിക്കാൻ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ നടത്തിയ നീക്കവും ഏറെക്കുറെ വിജയിച്ചു. തനിക്കെതിരെ പാലക്കാട് നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരന്റെ പ്രതികരണം വികാരപരമായിരുന്നുവെന്നും പിന്നീട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയതായും സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാർ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ അവർക്ക് പ്രത്യേകമായിട്ട് പാർട്ടി ഏൽപ്പിച്ച ചുമതലകളുണ്ടായിരുന്നു. ഫ്ലാറ്റുകളുടെ സമ്പർക്കം, അതുപോലെ റെസിഡൻഷ്യൽ കോളനികളുടെ സമ്പർക്കം, കീ വോട്ടർ സമ്പർക്കം. സ്ഥാനാർത്ഥി നഗരപ്രദേശത്ത് പര്യടനം നടത്തുന്ന സമയത്ത് സ്ഥാനാർത്ഥിയുടെ കൂടെ ഇതിലെല്ലാം അവർ സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം പാർട്ടിക്ക് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പരാതികളുമില്ല. സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കുമില്ല. ഇതെല്ലാം മാധ്യമ സൃഷ്ടികളാണ്. ഞങ്ങളവിടെ ഒരൊറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പാലക്കാട് തോൽവിക്ക് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിസമാണെന്ന് PC ജോർജ് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ലീഗുകാരനും താങ്കളും CPM-ൻ്റെ KT ജലീലും CPM KT ജലീൽ SDPI-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും നിരോധിത സംഘടനയും മുസ്ലിം നേതാക്കന്മാർ ഒരുമിച്ച് ഒരു മുറി കൂടുതലാണ്. ആ രാഷ്ട്രീയമാണ് പാലക്കാട് തോൽപ്പിച്ചത്. BJP-യിൽ സംസ്ഥാനത്ത് നേതൃമാറ്റം ആവശ്യപ്പെടുമോ എന്ന ചോദ്യം കുത്തിത്തിരിപ്പ് ചോദ്യമാണെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചത്. പാലക്കാട് നഗരസഭ അടുത്ത തവണ UDF പിടിക്കുമെന്ന VD സതീശന്റെ പ്രസ്താവനയ്ക്ക് ഒരു UDF അംഗത്തെയെങ്കിലും അധികമായി വിജയിപ്പിക്കാൻ VD സതീശനെ ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പന്തയം വയ്ക്കാം. ഒരൊറ്റ സീറ്റ് ഒരു മുനിസിപ്പൽ കൗൺസിലറെ UDF-ന് അധികമുണ്ടാക്കാൻ സാധിക്കുമോ? അത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. തിരുവനന്തപുരവും തൃശ്ശൂരും ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകൾ ഞങ്ങൾ ഭരിക്കും. അതേസമയം പാലക്കാട് BJP-യുടെ തോൽവി നഗരസഭയിൽ നേതാക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി.